നമുക്ക് ഗുരുവായൂരിലെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇങ്ങനെ കണി കണ്ട് കണ്ണനെ കണ്ട് സായുജ്യം നേടി ഭക്തജനങ്ങളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ ഭക്തർക്ക് അത് ഗുരുവായൂരാണ്. നേരം ഇല്ലാതെ നമുക്ക് എന്ത് വിഷു. അതെ. അപ്പൊ ഇന്നത്തെ ദിവസം ഗുരുവായൂരിൽ എത്തണം എന്ന് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത്രത്തോളം തിരക്കായിരിക്കും സ്വാഭാവികമായിട്ടും അവിടെ അനുഭവപ്പെടുക. അപ്പോൾ പ്രത്യേകം ചടങ്ങുകളും വിശേഷാൽ പൂജകളും ഒക്കെ ഇന്ന് ക്ഷേത്രത്തിൽ നടക്കും. അപ്പോൾ കണിയൊക്കെ കണ്ട് ഇറങ്ങി വരുന്ന ഭക്തരെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. നേരത്തെ ശ്രീജി ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങനെ കൃഷ്ണൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ വലിയ ആഘോഷങ്ങളും കണിയും ഒക്കെ ഉള്ളൊരു ദിവസമാണ്. അതെ, കേരളത്തിലെ എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നിന്ന് തിരക്കുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വിനീഷ് ചേരുന്നുണ്ട്. കൊട്ടാരക്കര കുലശേഖരൻ നല്ലൂർ ക്ഷേത്രത്തിലാണ്. കുറച്ചുകൂടെ അറിയാം, കൂടുതൽ അറിയാം. അവിടെ എങ്ങനെയാണ്? നല്ല തിരക്കാണ് വിഷുവിനൊക്കെ ഉണ്ടാവുക? നല്ല തിരക്കാണോ? അതെ 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 അതെ, സ്വാഭാവികമായിട്ട് നല്ല തിരക്കാണ്. അവിടെ ഒരുപാട് കൃഷ്ണ ക്ഷേത്രങ്ങളുണ്ട്. അടൂര്, കൊട്ടാരക്കര ഭാഗങ്ങളിലൊക്കെ. ഞാൻ ആര്യക്ക് വിട്ടു, വിനീഷുമായിട്ട് ആര്യ സംസാരിച്ചോളൂ. അപ്പൊ വിനേഷ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. കണിയൊക്കെ കണ്ടോ? നമ്മുടെ ഏരിയയിൽ നല്ല വിഷു ആണോ? അതെ, നമ്മുടെ ഏരിയയിലെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ശ്രീജ, ആര്യ, കണിയൊക്കെ കണ്ട് വളരെ സന്തോഷമായിരിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് മലയാള മാസം മേടം 1 കാർഷികോത്സവമായ വിഷു ആഘോഷിക്കുന്ന ദിവസമാണ്. നമുക്കറിയാം, വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രങ്ങളിലെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കൊട്ടാരക്കരയിലും ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. അപ്പോൾ ഈ വിഷു എന്ന ആഘോഷത്തെ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം മനസ്സിലേക്ക് എത്തുന്നത് വിഷുക്കണിയാണ്. വിഷുക്കണി കൊട്ടാരക്കര ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ കുലശേഖര നല്ലൂർ ക്ഷേത്രത്തിലാണ് ഉള്ളത്. ഇവിടെ വിപുലമായ ആഘോഷ പരിപാടികളാണ് ഇവിടെ ക്ഷേത്രോപദേശ സമിതിയുടെ നേതൃത്വത്തിലൂടെ ഒരുക്കിയത്. ഇവിടെ കണി ഒരുക്കിയത് ഇങ്ങനെയാണ്. ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ചിട്ടുണ്ട്. അതുപോലെ ചുരിയ മുണ്ട്, പൊന്നും വാൽക്കണ്ണാടിയും കണിവെള്ളരിയും കണിക്കൊന്നയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഴുത്ത അടക്കയും വെറ്റിലയും കൺമശിയും ചാന്തും സിന്ദൂരം എന്ന് പറഞ്ഞ് നാരങ്ങ, അങ്ങനെ ഒരുപാട് ഐറ്റം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നാളികേര പാതി ഉടച്ച് ശ്രീകൃഷ്ണന്റെ വിഗ്രഹവും വെച്ചാണ് വലിയ രീതിയിലുള്ള നല്ല നമുക്ക് തീർച്ചയായും കണി നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ കൊട്ടാരക്കര കുലശേഖര നല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ നിരവധി ഭക്തരാണ് രാവിലെ എത്തുന്നത്. 5 മണിക്കായിരുന്നു ഒരു വിഷുക്കണി തുടങ്ങിയത്. അതിനുശേഷം വിഷു കൈനീട്ടം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നാരായണീയം നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ വിഷു സദ്യ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 11 മണിക്കാണ് വിഷു സദ്യ ആരംഭിക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ ദീപാരാധനയോട് കൂടിയാണ് ഈ വിഷു മഹോത്സവം ഇവിടെ സമാപിക്കുന്നത്. തീർച്ചയായും. എസ് വിനീഷാണ് കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ചേച്ചി, ഈ തെക്കോട്ട് വരുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ വടക്കോട്ടുള്ള പോലെ അത്ര വിപുലമായ ആഘോഷങ്ങളൊന്നും ഉണ്ടാവാറില്ല. എനിക്ക് തോന്നുന്നത്, ഞങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ പറയും, ഞാൻ വടക്കൻ കേരളത്തിൽ നിന്ന് തെക്കൻ കേരളത്തിലേക്ക് വിവാഹം കഴിച്ച ഒരാളും കൂടെയാണല്ലോ. അപ്പം ഇവിടെ രാവിലെ അമ്പലത്തിൽ പോവാന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ അങ്ങനെ അമ്പലത്തിൽ പോക്കൊന്നുമില്ല. കാരണം കൃഷ്ണനെ രാവിലെ വീട്ടിൽ കണ്ടല്ലോ. പിന്നെ അങ്ങ് പടക്കം പൊട്ടിക്കലാണ്. രാവിലെ തൊട്ട് വലിയ മത്സരമാണ്. എന്താന്ന് വെച്ചാൽ, എങ്ങാനും ഉറങ്ങിപ്പോയി അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ നമ്മളെക്കാൾ മുമ്പേ എണീറ്റ് ഒരു പടക്കം പൊട്ടിച്ചാൽ ആ വർഷാ ദുഃഖം പിന്നെ മാറുന്നത്. അതുകൊണ്ട് ഗുരുവായൂർ തലേന്ന് രാത്രിയിലെ തുടങ്ങും. തലേന്ന് രാത്രി ഒരു 2 ദിവസം മുമ്പ് തൊട്ടേ പടക്കം പൊട്ടിക്കൽ ആരംഭിക്കും. ഇവിടെ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ തെക്കൻ കേരളത്തില് ദീപാവലിക്ക് എങ്ങനെയാണോ അതുപോലെയാണ് വടക്കൻ കേരളത്തിൽ വിഷു. അപ്പോൾ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ, അപ്പുറത്തെ വീട്ടുകാർ നമ്മളെക്കാ മുന്നേ എണീക്കുമോ, ഈ ഒരു ടെൻഷൻ കാരണം രാത്രി ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഗുരുവായൂരാണ് ഏറ്റവും ആദ്യം നട തുറന്ന് കണി കാണുക. അപ്പൊ നമ്മൾ ഗുരുവായൂർ ടൈമിംഗ് ആണ് കിട്ടുന്നത് ഏറ്റവും ആദ്യം എണീക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു മത്സരം അതിങ്ങനെ ഇന്നത്തെ ദിവസം മുഴുവൻ തുടരും. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പടക്കം പൊട്ടിക്കുന്നു, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പടക്കം പൊട്ടിക്കുന്നു, വൈകുന്നേരം പടക്കം പൊട്ടിക്കുന്നു. അങ്ങനെ ഒരു പടക്കം പൊട്ടിക്കൽ ദിവസമാണ് വിഷു. ഇതിന്റെ കൂടെ ആകെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മലയാളികൾക്ക് ഒരൊറ്റ ഉത്സവത്തിനെ സാമ്പത്തിക നേട്ടമുള്ളൂ. അത് ശരി, ബാക്കിയൊക്കെ നമുക്ക് ചെലവല്ലേ. പക്ഷെ ഈ ഉത്സവത്തിന് മാത്രം നമുക്ക് സാമ്പത്തിക നേട്ടമാണ്. രാവിലെ ഇറങ്ങും, ബന്ധുമിത്രാദികളുടെ ഒക്കെ വീട്ടിൽ ഇന്ന് പതിവില്ലാത്തൊരു സന്ദർശനമുണ്ട്. അടുത്ത ഏരിയയിലൊക്കെ ഒന്ന് പോയി നോക്കും. എല്ലാവരും, നമ്മൾ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആരായാലും പൈസ എടുത്തു തരും. അപ്പൊ അന്നത്തെ ദിവസത്തെ സേവിങ്സ് ആണ്, ഒരു വർഷം നടന്നു പോകാനുള്ള സേവിങ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കണം, കളക്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ മാറിയില്ലേ? ഇപ്പം വാങ്ങലിനേക്കാൾ കൂടുതൽ കൊടുക്കുന്ന സമയമായിട്ടില്ല. ഇപ്പൊ നമ്മൾ വലുതായപ്പോ അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. നമ്മള് ഇപ്പം ഓഫീസിലായാലും താഴെയുള്ളവരൊക്കെ കാണുമ്പോൾ കൈനിട്ട് തന്നില്ലല്ലോ, ഞാൻ ഇറങ്ങിയിട്ട് തരാം. അതെ അതെ, വന്നപ്പോ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, ചോദിക്കണം, ഷോ കഴിഞ്ഞിട്ട് ചോദിക്കാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. തന്നെ തന്നിരിക്കുന്നു. പിന്നെ ജിപേ ഒക്കെ വന്നപ്പോ പ്രേക്ഷകർക്കും നമുക്കൊക്കെ അറിയാലോ, ജിപേ ഒക്കെ വന്നപ്പോ എല്ലാ കാര്യങ്ങളും സുഖമാണ്. ഞാൻ രാവിലെ തൊട്ട് ഇങ്ങനെ ജിപേ ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ട്, നല്ല നല്ല സന്തോഷകരമായ ഒരു രാവിലെയാണ്. ഇങ്ങനെ കിണിങ് കിണിങ് എന്നുള്ള ആ ശബ്ദം ഇടക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്. അത് ആ എമൗണ്ടിന്റെ അല്ല, നമുക്കതൊരു സന്തോഷമാണ്.
ഇന്നത്തെ ദിവസം നമ്മളെ ഓർത്ത്, നമ്മുടെ കൂടെ ഇല്ലാത്ത ആരൊക്കെ നമ്മളെ ഓർത്ത്, നമ്മൾ ഈ ഒരു വർഷത്തേക്ക് നമുക്ക് സമ്പൽ സമൃദ്ധി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ മുതിർന്നവരാണല്ലോ നമുക്ക് കൈനീട്ടം തരുന്നത്. അപ്പൊ അവരുടെ ഒരു കരുതലാണത്. തീർച്ചയായും നമ്മൾ ചെറിയ കുട്ടികളായിട്ട് നമ്മളെ കണ്ടിട്ട് നമുക്കൊരു കരുതൽ എന്ന പോലെയാണ് ആ ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറയാം. കൂടുതൽ കഥ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട, പതുക്കെ വാർത്തയിലേക്ക് പോകണം എന്നുള്ള ചെറിയ നിർദ്ദേശങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അവിടെ അരുൺ മോഹൻ ഉണ്ട്. അരുൺ, നെയ്യാറ്റിൻകര അമ്പലത്തിൽ എങ്ങനെയുണ്ട്? അവിടെ തിരക്ക് എത്രത്തോളം അനുഭവം? അതാ ക്യൂ കാണുന്നില്ലേ? കണി കണ്ട് രാവിലെ കണ്ണനെ കണി കാണാൻ എത്തിയവരുടെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഹാപ്പി വിഷു ആദ്യം. ഹാപ്പി വിഷു. ഞാനിപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര കൃഷ്ണൻകോവിലാണ്. തെക്കൻ കേരളത്തിലെ ഗുരുവായൂർ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ആണുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ കണി കാണാനുള്ള തിരക്കിലാണ്. ഏകദേശം 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇപ്പോൾ ഇവിടെ ക്യൂ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. ഭക്തജനങ്ങൾ കണ്ണനെ കാണാൻ വേണ്ടി ഒരു വിഷു കൈനീട്ടം ഏറ്റുവാങ്ങാനും ഒക്കെയായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്രമാണ്. വിപുലമായ കണിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും വിഷു ദിവസങ്ങളിൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്സവ നാളുകളിലും വിശേഷ പൂജകളുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാവിലെ തന്നെ വിഷുദിനത്തിലും എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി ഇവിടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും സംഘാടകരും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആര്യ, അരുൺ, നമ്മള് 2 പേരുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങൾ 2 പേർക്കും വേണം വിഷു ആശംസകൾ. എന്റെ കൂടെ ശ്രീജ ശ്യാമും ഉണ്ട്. അത് ആദ്യമേ തന്നു എല്ലാരും. രണ്ടുപേർക്കും നമ്മുടെ മുഴുവൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. തീർച്ചയായും. അപ്പൊ ശരി, ഹാപ്പി വിഷു. അപ്പൊ അതാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോവാം. അവിടെ ഡാൻ ഉണ്ട്. പക്ഷെ ഡാനിലേക്ക് പോകും മുമ്പ് നമുക്ക് അവിടെയും അതെ, ഈ ഒരു പക്ഷെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. അവിടെ മഹാവിഷ്ണുവാണ് ഉള്ളത്, ശ്രീകൃഷ്ണനല്ല മഹാവിഷ്ണുവാണ് ഉള്ളത്. അവിടെ ആയാലും വലിയ തിരക്കാണ് ഇന്നത്തെ ദിവസം അനുഭവപ്പെടുക. പിന്നെ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞു, അതിന്റെ ഒരു തിരക്ക് വേറെയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ ഇടത്ത് നിന്നുള്ള വിഷു വിശേഷങ്ങളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വീണ്ടും എത്താം. പക്ഷെ പ്രേക്ഷകർ തിരിച്ച് നമ്മളോടൊന്നും പറയുന്നില്ലല്ലോ. അതെന്താ? അത് അവരുടെ ഒരു വിഷു എങ്ങനെയാണ്, ഓരോ നാട്ടിലും നിങ്ങളുടെ വിഷു എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പൊ ഞാൻ വള്ളുവനാട്ടിലെ വിഷുവിനെ പറ്റി പറഞ്ഞു. ആരും ഇനി അടുത്തത് അടൂര വിഷുവിനെ പറ്റി പറയും. അതെ, പറയാം. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചു വരാം.